എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. തേങ്ങ ചിരകാതെയും തേങ്ങ പാലെടുക്കാതെയും വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കോക്കനട്ട് ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഒരു റെസിപ്പി കണ്ട് ട്രൈ ചെയ്തതാണ്, വളരെ സക്സസ് ആയി. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ ഐസ്ക്രീം തയ്യാറാക്കുന്നതിന് വേണ്ടി നന്നായി വിളഞ്ഞ ഒരു തേങ്ങ വേണം. അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 4 വിസിൽ കൊടുത്ത് നമുക്ക് കുക്കർ അടുപ്പിൽ നിന്ന് ഇറക്കാം. ഇനി തേങ്ങ നന്നായി ഒന്ന് തണുത്ത് വരട്ടെ. തേങ്ങ നന്നായി തണുത്തതിന് ശേഷം മാത്രം അത് ഉടച്ച് അതിലെ വെള്ളം എടുക്കാം. ആ വെള്ളം നമുക്ക് ആവശ്യമായിട്ട് വരും, അത് മാറ്റി വയ്ക്കാം. ഞാൻ തേങ്ങ ഉടച്ചപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു, അതുകൊണ്ട് നന്നായി തണുത്തതിന് ശേഷം മാത്രം തേങ്ങ ഉടയ്ക്കുക. വളരെ കുറച്ച് വെള്ളം മാത്രമേ എനിക്ക് തേങ്ങയിൽ നിന്ന് കിട്ടിയുള്ളൂ. ഇനി നമുക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ വളരെ ഈസിയായി തേങ്ങ ചിരട്ടയിൽ നിന്നും മാറ്റിയെടുക്കാം. തേങ്ങ ഇതുപോലെ ഒന്ന് ഇളകി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കുക്കറിലിട്ട് തേങ്ങ ഒന്ന് വേവിച്ചെടുക്കുന്നത്. ഇനി രണ്ടാമത്തെ തേങ്ങ മുറിയും ഇതേപോലെ തന്നെ നമുക്ക് ഇളക്കിയെടുക്കാം. വളരെ ഈസിയായിട്ട് തന്നെ ഇത് ചിരട്ടയിൽ നിന്ന് ഇളകി കിട്ടും. ഇനി തേങ്ങയുടെ പുറത്തെ ആ ബ്രൗൺ കളറിലെ സ്കിന്ന് നമുക്ക് ചുരണ്ടി മാറ്റിക്കളയാം. അതും കൂടി ഇട്ട് അരച്ചാൽ ഐസ്ക്രീമിൻ്റെ കളറ് മാറിപ്പോൾ, അതുകൊണ്ട് നമുക്ക് ഇത് നല്ല വൃത്തിയായിട്ട് എല്ലാം തന്നെ മാറ്റിക്കളയാം. ഇതുപോലെ രണ്ടിൻ്റെയും ആ ബ്രൗൺ സ്കിന്ന് നമുക്ക് മാറ്റിക്കളയാം. ഇപ്പോൾ രണ്ടും നല്ല പ്യുവർ വൈറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ കട്ട് ചെയ്തെടുത്ത അത്രയും തേങ്ങാ പീസസ് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. 1 കപ്പ് തേങ്ങാ പീസസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. തേങ്ങാ വെള്ളം 1/2 കപ്പ് ഉണ്ടെങ്കിൽ അത് തന്നെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ എത്രത്തോളം തേങ്ങാ വെള്ളമുണ്ടോ അതിൻ്റെ കൂടെ തന്നെ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങാ വെള്ളം എടുക്കുകയാണെങ്കിൽ നന്നായി ഒന്ന് അരിച്ചിട്ടെടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പാലൊഴിച്ച് കൊടുത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. പാൽ അവിടെ തിളയ്ക്കുന്ന സമയം കൊണ്ട് 1/2 കപ്പ് പാൽ വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് കലക്കിയെടുക്കാം. പാല് നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് കോൺഫ്ലവറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. കോൺഫ്ലവർ മിക്സ് ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കിയതിന് ശേഷം 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് അടുപ്പിൽ വെച്ച് നന്നായി ഒരു 3 മിനിറ്റോളം ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഫ്ലെയിം മീഡിയത്തിലാക്കിയതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. മൂന്ന് മിനിറ്റോളം നന്നായി അടുപ്പിൽ വെച്ച് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. മീഡിയം മധുരത്തിനാണ് 1/2 കപ്പ് പഞ്ചസാര. കുറച്ചുകൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് പഞ്ചസാരയോളം ചേർത്ത് കൊടുക്കാം. അത് നന്നായി തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന തേങ്ങയുടെ മിക്സും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഈ ഒരു പരുവത്തിൽ നമുക്കിതിനെ അരച്ചെടുക്കാം. ഇനി നമ്മുടെ കയ്യിലുള്ള സ്റ്റീൽ തട്ടങ്ങളോ അല്ലെങ്കിൽ ഡിസ്പോസിബിൾ ഗ്ലാസ്സോ ഏതിൽ വേണമെങ്കിലും നമുക്കിതിനെ ഒഴിച്ചു വയ്ക്കാം. ഞാനിവിടെ ഇങ്ങനെയുള്ള പാത്രങ്ങളിലെല്ലാം ഐസ്ക്രീം ആക്കി വയ്ക്കുന്നുണ്ട്. പാത്രമെല്ലാം അലൂമിനിയം ഫോയിൽ കൊണ്ടോ ക്ലിംഗ് ഫിലിം കൊണ്ടോ നമുക്കൊന്ന് റാപ്പ് ചെയ്ത് ഫ്രീസറിലേക്ക് മാറ്റാം. ഇനി ഇതിനെ 8 മണിക്കൂർ ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വെക്കാം.
ഒരു തേങ്ങ കൊണ്ട് ഇത്രയും പാത്രങ്ങളിൽ സെറ്റ് ചെയ്യാൻ കിട്ടി. ഇനി ഞാനിത് ഫ്രീസറിലേക്ക് എടുത്ത് വയ്ക്കുകയാണ്. ഒരു 8-9 മണിക്കൂർ കഴിഞ്ഞ് ഫ്രീസറിൽ നിന്ന് ഇതെടുത്ത് മാറ്റാം. എല്ലാത്തിൻ്റെയും മൂടി മാറ്റി വളരെ നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഡിമൗൾഡ് ചെയ്തെടുക്കാം. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്ന വളരെ ടേസ്റ്റിയായ ഐസ്ക്രീമാണ്. ഒരു ഭംഗിക്ക് വേണ്ടി ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. വളരെ ഈസിയായി ആർക്ക് വേണമെങ്കിലും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാ പാത്രത്തിലും വെച്ചിരുന്നത് ഇതേപോലെ നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കും. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.